ഹലോ ഫ്രണ്ട്സ്, ആർട്ടിയർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ബൺ ഷവർമ ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. ശരിക്ക് ഷവർമന്റെ അതേ ലുക്കില്ലെങ്കിലും ഇത് എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്ന ഒരു ഷവർമ കേട്ടോ. കാരണം ക്യാബേജ് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം എനിക്ക് തൈറോയിഡൊക്കെ ഉള്ള ആളാണ്. അപ്പോൾ ക്യാബേജ് പച്ചക്ക് കഴിക്കേണ്ട വെച്ചിട്ട് മനഃപൂർവ്വം ക്യാബേജ് രണ്ട് ഉന്തി തള്ളിയതാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഷവർമയ്ക്ക് എടുത്തിട്ടുള്ളത് വലിയ ഉള്ളി കട്ട് ചെയ്തത്, അതുപോലെ കുക്കുംബർ കട്ട് ചെയ്തത്, അതുപോലെ കുറച്ച് മല്ലിയില, ക്യാരറ്റ്. നമ്മൾ അതുപോലെ തന്നെ ചിക്കന് ഷവർമയ്ക്ക് എന്തായാലും വേണ്ട ഒരു സാധനമാണല്ലോ. അപ്പം നമ്മൾ മയോനൈസ് ഉണ്ടാക്കാനായിട്ട് പോവാട്ടോ. അപ്പോൾ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അത് ചൂടായതിൻ്റെ ശേഷം നമ്മൾ കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുക കേട്ടോ. ഇത് ഞാനൊരു വീഡിയോസിൽ കണ്ടതാട്ടോ, ഇങ്ങനത്തെ മയോണൈസ് ഉണ്ടാക്കുന്നത്. സാധാരണ മുട്ട വെച്ചിട്ട് അതുപോലെ പാല് വെച്ചിട്ടൊക്കെ ഉണ്ടോ, പക്ഷെ പാലിങ്ങനെ പിരിക്കാതെ ഉണ്ടാക്കുന്നത്. ഇതാദ്യമായിട്ട് ട്രൈ ചെയ്യണേ. നമുക്കിതൊരു അരിപ്പയിലോട്ട് ഒഴിച്ചിട്ട് അരിച്ചെടുക്കാം കേട്ടോ. ഇനി ഒരു മിക്സിന് ജാറിലോട്ട് അരിച്ചു വെച്ചത് ഇട്ടെടുത്ത് 2 അല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു ഉപ്പും കുറച്ച് പഞ്ചസാരയും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എൻ്റെ ചെറിയ ജാറ് കേട്ടോ, വലിയ ജാറിലിട്ടിട്ട് അടിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരുപാട് നേരം അടിച്ചതിന് ശേഷം കേട്ടോ റെഡി ആയത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കണം. പൊരിച്ചെടുക്കാൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പും മാത്രം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പൊരിച്ചെടുക്കാം കേട്ടോ. ഒരു ഫ്രൈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് മൊത്തത്തിലുണ്ട് നിരത്തി കൊടുക്കണേ. ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത്ര മതിയിട്ട് ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ബൗളെടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇട്ടെടുക്കുകയാണ്. ആ സമയം കൊണ്ട് തന്നെ ചിക്കൻ എല്ലാം പിച്ചി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കണേ ഈ മിക്സിലോട്ട്. ഇനി ഈ വെജിറ്റബിൾസിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തെടുത്തിട്ട് ഈ ചിക്കൻ ഒന്ന് തട്ടി കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മയോണൈസും കൂടി ചേർത്തെടുക്കുകയാണ്. പക്ഷെ എനിക്ക് ഈ മയോണൈസിന്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എൻ്റെ ടേസ്റ്റിനാണ് ഞാൻ പറയുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ചിലപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നും. പക്ഷെ നമ്മൾ മുട്ട വെച്ചിട്ടും നോർമൽ പാല് വെച്ചിട്ടും ഉണ്ടാക്കുന്ന മയോണൈസിന്റെ അത്ര ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ മയോണൈസിന് എന്താ അറിയില്ല, അതിങ്ങനെ കൂട്ടി കഴിച്ചുകൊണ്ടാണോ എന്നറിയില്ല, ഈ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഈ മയോണൈസിന്റെ. ഇനി കുറച്ച് ചെറുനാരങ്ങയും കൂടി നമ്മൾ പിഴിഞ്ഞ് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്ത് ബണ്ണെടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ അതിൻ്റെ ഉള്ളിലാട്ടോ നമ്മൾ
ഈ ഫില്ലിങ് വെച്ചെടുക്കുന്നത്. ഫില്ലിങ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്തു, കിട്ടിലും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മളെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.